കൊമ്പൻ ചെല്ലി, ചെമ്പൻ ചെല്ലി ഇത് രണ്ടാണ് നമ്മുടെ തെങ്ങിന് ഏറ്റവും ഉപദ്രവകാരികൾ. എനിക്ക് 300 ചില്ലാനം തെങ്ങ് കർഷകരും ഉണ്ട്. അവർക്ക് വേണ്ട സഹായങ്ങളും ഈ വളം വാങ്ങിച്ചു കൊടുക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സർക്കാരിൽ നിന്ന് ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നുമുണ്ട്. ഇത് എനിക്ക് 50 സെൻറ്റുള്ള ഒരു പ്ലോട്ടാണ്. ഇതിനകത്ത് 50 മൂട് ചാവക്കാടൻ കുള്ളാണുള്ളത്. ഇതിൽ നിന്നും എനിക്ക് വർഷത്തിൽ ഏതാണ്ട് 1,00,000-ൽ പരം രൂപയുടെ ആദായം ലഭിക്കുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാജേന്ദ്രൻ വ്ലോഗ്സ് വള്ളികുന്നം. ഞാൻ ഇന്നെത്തിയിരിക്കുന്ന ആലപ്പുഴ ജില്ലയിലെ ഭരണിക്കാവിലെ പുറത്തിയാടിനടുത്തുള്ള മണിയൻ സാറിന്റെ ചാവക്കാടൻകുള്ളൻ തെങ്ങിന്റെ തോപ്പിലാണ്. ഏകദേശം ഇത് 50 സെന്റിലുണ്ട്. 50 സെന്റിൽ 50 മൂടോളം ഉണ്ട്. സാറിന്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ തെങ്ങുകളിലൊന്നും ചെല്ലിയോ കൊമ്പൻ ചെല്ലി അതുപോലെ ചെമ്പൻ ചെല്ലിയുടെ ഉപദ്രവങ്ങളൊന്നുമില്ല. സാർ കൃത്യസമയത്ത് പരിചരണമുണ്ട്. പ്രത്യേക രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് നടത്തുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അതുപോലെ തെങ്ങുകൾ കൊടുക്കേണ്ട വളം, ജലം, എങ്ങനെയാണ് വളം ഘട്ടം ഘട്ടമായി കൊടുക്കുന്നത്, അതുപോലെ കൊമ്പൻ ചെല്ലിയും ചെമ്പൻ ചെല്ലിയും വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചെല്ലാം സാർ വിശദമായി പറയുന്നുണ്ട്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഒന്ന് കാണണം. എല്ലാ കർഷകർക്കും വളരെ പ്രയോജനപ്രദമായിരിക്കും ഈ വീഡിയോ എന്ന് എനിക്ക് പൂർണ്ണമായി നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരുന്നുണ്ട്. അപ്പോൾ സാറിനോട് ചോദിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. 25-നും 30-നും ഇടയ്ക്ക് ഓല ഉള്ള തെങ്ങ് ആരോഗ്യമുള്ളതും രോഗബാധ ഇല്ലാത്തതും ആയ തെങ്ങിൽ നിന്നും വേണം അമ്മത്തെങ്ങ് തിരഞ്ഞെടുക്കേണ്ടത്. അതിൽ നല്ലതായി വിളഞ്ഞ് പഴുത്ത തേങ്ങ വെട്ടിയിട്ട് വെയിലില്ലാതെ എടുത്തിട്ട് ഉണങ്ങിയതിന് ശേഷം അത് ഏതാണ്ട് 1 അടി അകലത്തിൽ പാകുകയോ അതല്ല കൂടയ്ക്കകത്ത് പാകുകയോ ചെയ്യാവുന്നതാണ്. ഇത് ഒരു വർഷം, ഒരു 6-7 മാസം പ്രായമാകുമ്പോൾ മുതൽ നമുക്കത് നടാൻ പറ്റും. നടുമ്പോൾ തടം ശരിയാക്കുന്നത് മൺപ്രദേശത്തിലാണെങ്കിൽ 2-2-2 2 അടി വീതി, 2 അടി നീളം, 2 അടി താഴ്ച അങ്ങനെ കുഴിയെടുക്കുകയും, അഥവാ മലമ്പ്രദേശത്താണെങ്കിൽ 2-2-2 കുഴിയെടുക്കണം. കുഴിയെടുത്തിട്ട് ഇതിൻ്റെ ഒരു മധ്യഭാഗത്ത് ഒരു തേങ്ങ ഇരിക്കത്തക്ക വിധത്തിലൊരു പുള്ളക്കുഴി ഉണ്ടാക്കണം. ഈ പുള്ളക്കുഴിയിൽ നമ്മൾ ആദ്യമായിട്ട് അല്പം ഉപ്പ്, ആദ്യം തന്നെ ഈ കുഴി എടുക്കുമ്പോൾ തന്നെ കുമ്മായ ഇട്ടിട്ട് വേണം ഈ കുഴി വൃത്തിയാക്കേണ്ടത്. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 ദിവസം ഇട്ടതിന് ശേഷം വേണം നടേണ്ടത്. നടുന്നതിന് മുമ്പ് ഈ പുള്ളക്കുഴിയിൽ ഒരു അല്പം കല്ലുപ്പ് ഇട്ടതിന് ശേഷം അതിൻ്റെ പുറത്ത് മണ്ണിട്ട് ഇതിൻ്റെ പുറത്തായിരിക്കണം ഈ തേങ്ങ വെക്കേണ്ടത്. തേങ്ങ വെച്ചതിന് ശേഷം തേങ്ങ മൂടത്തക്ക വിധത്തിൽ മാത്രം മണ്ണിടുക. അതിൻ്റെ പുറത്ത് 1/2 കിലോ വേപ്പ് മിണ്ണാക്കും ഏതാണ്ട് ഒരു 3/4 കിലോ എല്ലുപൊടിയും ഇട്ടിട്ട് അതങ്ങ് മൂടി വെള്ളം ഒഴിച്ചിടുക. ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കണം. കൂടുതൽ വേരുള്ള സ്ഥലമാണെങ്കിൽ എന്തെങ്കിലും തണുപ്പിന് വേണ്ടി വെയിൽ കൂടുതൽ ഡയറക്റ്റ് അടിക്കാതിരിക്കാനായിട്ട് അതിനെ സഹായിക്കേണ്ടതാണ്. എന്നിട്ട് 6 മാസം കൂടുമ്പോൾ ഇതിന് ഏതാണ്ട് 1/2 കിലോ 3/4 കിലോ എല്ലുപൊടിയും 1/2 കിലോ വേപ്പ് മിണ്ണാക്കും ഇട്ട് കൊടുക്കുക. അങ്ങനെ 1 വർഷം 1.5 വർഷമാകുമ്പോൾ അതിൻ്റെ കൂടെ അല്പം രാസവളം കൂടി, പൊട്ടാഷ് അങ്ങനെയുള്ള രാസവളങ്ങളും കൂടി ഇട്ട് കൊടുത്ത് അതിനെ പരിചരിച്ചാൽ മതി. പിന്നെ ഇവിടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണ് ഇതിന് പ്രത്യേകിച്ച് ഇതിൻ്റെ ഗവേഷകർ പറയുന്നത് ഇതിൻ്റെ രസത്തിന് നല്ല മധുരമാണ്. അതുകൊണ്ട് ചെമ്പൻ ചെല്ലിയും കൊമ്പൻ ചെല്ലിയും ഇതിൻ്റെ പുറകേ കൂടും. അതുകൊണ്ട് ചെമ്പൻ ചെല്ലി കയറാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്
ഓല വെട്ടുമ്പോൾ 1 മീറ്റർ ദൂരത്തിലെ ഓല വെട്ടാൻ പാടുള്ളൂ. കൂടാതെ തെങ്ങിൻ്റെ ഒരു ഭാഗത്ത് ഒരു മുറിവുണ്ടാകാൻ പാടില്ല. ഈ മുറിവുണ്ടായിക്കഴിഞ്ഞാൽ അവിടെ കൂടെ ആയിരിക്കും ചെമ്പൻ ചെല്ലി അകത്തേക്ക് കയറുന്നത്. പിന്നെ കൊമ്പൻ ചെല്ലിക്ക് വേണ്ടി നമ്മൾ വർഷത്തിൽ 2 പ്രാവശ്യം ഇതിൻ്റെ മണ്ടയിൽ മരുന്നിടണം. ഞാൻ സാധാരണ ചെയ്യുന്നത് ആദ്യമായിട്ട് ഒരു പാറ്റ ഗുളിക ഏറ്റവും മുകളിലുള്ള ഒരു 4 കവിളിൽ പാറ്റ ഗുളിക നല്ലതായിട്ട് താഴ്ത്തി വെക്കും. ഇതിന് ശേഷം ചരല്, വേപ്പും പിണ്ണാക്ക്, ഫെട്ര, ഇത് 3ഉം നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് അതിൽ നല്ലതായി ഇടിച്ച് അതിനകത്ത് അങ്ങനെ നിറച്ച് വെക്കും. നിറച്ച് വെച്ചതിന് ശേഷം വല എന്ന് പറഞ്ഞാൽ ഈ കടപ്പുറത്ത് കിട്ടും ഉടക്കുവല, ഇത് കൊണ്ടുവന്ന് ഓരോ ഉണ്ടയൊക്കെ ഇട്ട് ഇതിനകത്തോട്ട് വെച്ച് നല്ല ഭംഗിയായിട്ട് കുത്തിക്കയറ്റും. കുത്തിക്കയറ്റിയ ശേഷം ഇതിന് ചുറ്റും ഇതേ വല കൊണ്ട് തന്നെ ഒരു ചുറ്റും അങ്ങ് വെക്കും. കൊമ്പൻ ചെല്ലി ഉണ്ടാകുന്നത് നമ്മുടെ അശ്രദ്ധ കൊണ്ടാണ്. നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങളെല്ലാം അവിടെ എവിടെയും കൂട്ടിയിട്ട് വെള്ളം ഒഴിച്ചിട്ടും അതിനകത്ത് കൊമ്പൻ ചെല്ലി വന്ന് മുട്ടയിടും. മുട്ടയിട്ടിട്ട് അതാണ് കുണ്ടളപ്പുഴുവായിട്ടിങ്ങനെ ആയി അത് വീണ്ടും അത് പൂപ്പയായി ചെല്ലിയായി പറന്ന് നമ്മുടെ തന്നെ തെങ്ങിൻ്റെ മണ്ടയിൽ കയറി കുത്തുന്നു. കുത്തിയിട്ട് പോകുമ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അത് കുത്തിയിട്ട് താഴോട്ട് ഇറങ്ങത്തില്ല. കുത്തി അതിൻ്റെ മണ്ടയെല്ലാം കുറച്ച് കളഞ്ഞിട്ട് അവൻ അതൊക്കെ തിന്നിട്ട് പിന്നെ അതൊക്കെ പറന്ന് പോകും. എന്നാൽ അത് നമ്മളത് ശ്രദ്ധിക്കണം. കുത്തുന്ന സ്ഥലത്ത് വീണ്ടും ഫംഗസുകൾ ഉണ്ടാകുന്നുണ്ട്. ഈ ഫംഗസുകൾ ഉണ്ടായാൽ മറ്റുള്ള പല പ്രശ്നങ്ങളുണ്ടാകും. അത് ഫംഗസ് നശിപ്പിക്കുന്നതിനുള്ള കീടനാശിനികൾ തളിച്ച് അതിനെ വൃത്തിയാക്കി ശുദ്ധീകരിച്ച് വെക്കണം. അല്ലാത്ത പക്ഷം അതിലേ കൂടാണ് ചെമ്പൻ ചെല്ലി കയറി നമ്മുടെ തെങ്ങിനെ നശിപ്പിക്കുന്നത്. ചെമ്പൻ ചെല്ലി കൊമ്പൻ ചെല്ലിയേക്കാൾ ഉപദ്രവകാരിയാണ്. നമ്മൾ അറിയുന്നില്ല ഈ ചെമ്പൻ ചെല്ലി കയറുന്ന വിധം. എവിടെങ്കിലും നമ്മുടെ തെങ്ങിൽ ഒരു മുറിവുണ്ടായാൽ ആ മുറിവ് കൂടെ അതങ്ങോട്ട് അകത്ത് കയറും, നമ്മൾ അറിയുന്നില്ല. ഇത് നേരെ പോയി തെങ്ങിൻ്റെ ചങ്കിലേക്കാണ് പോകുന്നത്. അത് ചങ്കിൽ പോയിട്ട് ആയിരക്കണക്കിന് മുട്ടയിട്ട് മുട്ട വിരിയുമ്പോഴത്തേക്ക് നമ്മൾ അറിയാതിരിക്കുമ്പോൾ കാണാം തെങ്ങിൻ്റെ നല്ല വിരിച്ചിട്ടുള്ള തെങ്ങിൻ്റെ മണ്ട മറിഞ്ഞു കിടക്കുന്ന. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് അതിനകത്ത് ചെമ്പൻ ചെല്ലി കയറിയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് മുറയ്ക്ക് തെങ്ങിൻ്റെ മണ്ട വൃത്തിയാക്കി ഫംഗസിനുള്ള മരുന്നുകൾ തളിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സാറേ, അപ്പൊ ഈ കൊമ്പൻ ചെല്ലി കയറി അതിനുശേഷം ചെമ്പൻ ചെല്ലി കയറി ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പക്ഷെ അത് നമ്മൾ ഒരു 50% ശേഷം കണ്ടെത്തി. അപ്പൊ എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ ഈ ചെമ്പനെ നശിപ്പിക്കാൻ? കൂടുതലായിട്ട് അകത്തേക്ക് കയറാതിരുന്നാൽ അതിനെ മുകളിൽ വെച്ച് തന്നെ അതിന് മണ്ട നശിപ്പിച്ചിട്ടല്ല ഇല്ല എങ്കിൽ അതിനെ അവിടെ വെച്ച് തന്നെ മുഴുവനെ നീക്കി കൃത്യമായിട്ട് അതിനുള്ള മരുന്നുകളും തളിച്ച് അത് വൃത്തിയാക്കി അതിന് ഒരു മരുന്നെല്ലാം ചെയ്തിട്ട് അത് ചെയ്യേണ്ടത് ബോഡോ മിശ്രം നല്ലതായിട്ട് പുരട്ടി അതിൻ്റെ പുറത്ത് വെള്ളം വീഴാതിരിക്കത്തക്ക വിധത്തിൽ എന്തെങ്കിലും ഒരു ബക്കറ്റോ മറ്റോ അടച്ചു വെച്ചിരുന്നാൽ അത് നല്ലതായിട്ട് വീണ്ടും കിളിച്ചു വരും. അഥവാ നമ്മൾ കുറെ കൂടെ കഴിഞ്ഞാൽ കാണുന്നു എങ്കിൽ ഇതിൻ്റെ ചങ്ക് തിന്നതിന് ശേഷമാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റും. തെങ്ങിൻ്റെ ചെവിട് കണ്ടോ? ഇതിനകത്ത് തെങ്ങിൽ നിന്നും എന്ത് കിട്ടുന്നു? നമുക്ക് വേണ്ടാത്ത ഒരു സാധനവും
പുറത്തേക്ക് കളയില്ല. തെങ്ങിന് തടം എടുത്തതിന് ശേഷം വളമിട്ടിട്ട് ഇതിൻ്റെ അകത്തെ ഓലയായാലും മടലായാലും കൊതുമ്പായാലും എല്ലാം ഇതിൻ്റെ ചവിട്ടി തന്നെ ഇട്ടിട്ട് ആണ് ജലസേചനം നടത്തുന്നത്. അതുകൊണ്ട് വളവും മറ്റുള്ള വളം ഒട്ടും തന്നെ പുറത്തു പോകില്ല. കൂടാതെ തന്നെ ഇന്ന് ഈർപ്പം നിലനിൽക്കും. തെങ്ങിന് ഉണക്ക് തട്ടുകയില്ല. സാർ എല്ലാ മൂട്ടിലും ഇത് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ അല്ലേ? എല്ലാ മൂടിലും ഇട്ടിട്ടുണ്ട്. ഇത് ഒരു വർഷം ആകുമ്പോഴത്തേക്ക് ഇത് ദ്രവിച്ചിട്ട് ഇത് ജൈവവളമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അടുക്കി കിടക്കുന്ന ജൈവവളമായിട്ട് അങ്ങ് മാറും. വീണ്ടും വീണ്ടും പുറത്തിട്ടുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇത് വർഷത്തിൽ 1-2 പ്രാവശ്യമായിട്ട് ഇത് മാറ്റിയിട്ട് ഇത് വീണ്ടും ഒന്ന് വൃത്തിയാക്കി അത് പൊടിഞ്ഞത് അടുക്കിട്ടിട്ട് ജൈവവളമായിട്ട് അങ്ങ് ഇടുന്നത് ഇതാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈർപ്പം നിലനിൽക്കും, വളവും നിൽക്കും. പച്ചില വളം എന്തെങ്കിലും ഇടുന്നുണ്ടോ? പച്ചില വളം ഇടുന്നുണ്ട്. ഇവിടെ കിട്ടുന്ന എന്താ ഇപ്പം ഇവിടെ പുല്ല് വെട്ടുന്നതായാലും ഈ ഇതിൻ്റെ പുറത്ത് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കും. ഈ ഓലയുടെ പുറത്ത് തന്നെ അവിടെ കിടന്ന് അത് ഉണങ്ങി ദ്രവിച്ച് അത് പച്ചില വളമായിട്ട് തന്നെ താഴോട്ട് അങ്ങ് കിടക്കും. അതൊന്നും കളയത്തില്ല, പുറത്തേക്ക് കൊടുക്കത്തേ ഇല്ല. അതിന്റെ ഈ തെങ്ങിന് മഗ്നീഷ്യം അതുപോലൊക്കെയുള്ള എല്ലാ ജീവകങ്ങളും എല്ലാ വളങ്ങളും ഇടുന്നുണ്ട്. 6-7 സൈസ് വളം എല്ലാ വർഷവും ഇടുന്നുണ്ട്. എത്ര അളവിൽ ഇടുന്നുണ്ട്? അത് അളവ് അതിനകത്ത് സർക്കാർ നമ്മുടെ ഗവേഷണക്കാർ നമുക്ക് തന്നിട്ടുണ്ട്. കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡ്. ഞാൻ കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിലെ ഒരു അംഗം കൂടിയാണ്. അപ്പോൾ അവരുടെ കുറേ നിർദ്ദേശങ്ങളുണ്ട്. അതനുസരിച്ച് ഒരു തെങ്ങിന് ഇന്ന് കൊടുക്കണമെന്നുള്ളത് അത് വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ എന്നെ അവരിവിടെ ഒരു ക്ലസ്റ്ററിൻ്റെ കൺവീനറായിട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് 300 ചില്ലാനം തെങ്ങ് കർഷകരും ഉണ്ട്. അവർക്ക് വേണ്ട സഹായങ്ങളും ഈ വളം വാങ്ങിച്ചു കൊടുക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സർക്കാരിൽ നിന്ന് ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നുമുണ്ട്. സാറേ, ഈ നാടൻ തെങ്ങുകളാണോ അതോ കുള്ളൻ തെങ്ങുകളാണോ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്കും അതുപോലെ കർഷകർക്കും ലാഭകരം? ഇത് 2 വിധത്തിലാണ്. ഈ നെടിയ തെങ്ങുകൾ ആണ് കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യം. എന്നാൽ ഇതിൻ്റെ ആദായം കിട്ടണമെങ്കിൽ കുറഞ്ഞത് 12 വർഷമാകും. ഈ 12 വർഷം കഴിയുമ്പോൾ ഇതിനകത്ത് കിട്ടുന്ന ആദായം വളരെ തുച്ഛമായിരിക്കും. ഒരു 15 വർഷം ആയെങ്കിൽ മാത്രമേ നറകൊല തേങ്ങ ഉണ്ടാവുള്ളൂ. ഇത് ഏതാണ്ട് ഒരു 10-70-75 വർഷം വരെ ഇത് കായ്ക്കും. അതിന് വലിയ രീതിയിലുള്ള ശല്യങ്ങളോ കീടശല്യങ്ങളോ ഉണ്ടാകാറില്ല. മണിയ സാറേ, അപ്പോൾ സാർ ഈ തെങ്ങിൻ്റെ തൈകൾ വിൽക്കുന്നുണ്ടോ? വിൽക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ഈ തേങ്ങ വിളഞ്ഞ് പഴുത്ത് കഴിയുമ്പോൾ ഇത് വെട്ടിയിറക്കിയിട്ട് അത് തണലിലിട്ട് ഉണക്കും. ഉണക്കിയതിന് ശേഷം ഉണങ്ങിയത് ഞാൻ നല്ലത് തേങ്ങ തിരിഞ്ഞ് പാകുന്നുണ്ട്. പാകിയിട്ട് അത് ഒരു 3 മാസം ആകുമ്പോഴത്തേക്ക് 3 മാസം മുതൽ നടാൻ പാകമാകും. ധാരാളം ആളുകൾ വാങ്ങിപ്പോകുന്നുണ്ട്. പുറത്ത് കിട്ടുന്നതിൽ വളരെ കുറഞ്ഞ വിലയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത്. അതുകൊണ്ട് എൻ്റെ അടുത്തുള്ള തെങ്ങും തൈ ഞാൻ എത്ര പാകിയാലും അത് മുഴുക്കാതെ വരികയാണ് ചെയ്യുന്നത്. സാർ അത്രയ്ക്ക് വില കുറച്ചാണ് കൊടുക്കുന്നത്? വില കുറച്ചാണ് കൊടുക്കുന്നത്. എല്ലായിടത്തും ഇതിന് എൻ്റെ അടുത്തു നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് മറ്റ് ആളുകൾ 100 രൂപ കൂട്ടിയാണ് കൊടുക്കുന്നത്. ഞാൻ മാക്സിമം 150 രൂപയ്ക്കാണ് കൊടുക്കുന്നത്.